അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാനവിക മൂല്യങ്ങൾ ഏറെ കൈമോശം വന്ന ഒരു കാലഘട്ടത്തിൽ വിശേഷിച്ചു മനുഷ്യർ പരസ്പരം സഹവർത്തിത്വത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും ദയയിലും ആർദ്രതയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കേണ്ട ഒരു സ്ഥിതിയിൽ പരസ്പരം കലഹിച്ചും സ്പർദ്ധകളുണ്ടാക്കിയും അസഹിഷ്ണുതാപരമായും വർഗീയ ചേരിതിരിവുകളും ഏറെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യരെ മനുഷ്യരായി കണ്ട് പരസ്പരം സ്നേഹത്തിൻ്റെ മഹിത പാഠങ്ങൾ പകരുകയും മനുഷ്യർക്കൊപ്പമാണ് നാം നിലകൊള്ളേണ്ടത് എന്ന ഏറ്റവും മഹത്തരമായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മൂന്നാമത് കേരള യാത്ര കാസർഗോഡ് നിന്ന് സമാരംഭം കുറിച്ചു. ഈ പ്രസ്ഥാനം സമസ്ത മുന്നോട്ട് വെച്ച മൂന്നാമത് കേരള യാത്ര എന്തുകൊണ്ടും പ്രസക്തമാണ്. ആദ്യ 2 കേരള യാത്രയിലും ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം, പ്രമേയം എല്ലാം മനുഷ്യർക്കൊപ്പം തന്നെയായിരുന്നു. മനസ്സുകൾക്കിടയിൽ ഏറെ ചിത്രത ഉണ്ടായ ഒരു കാലഘട്ടത്ത് വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ കൊണ്ട് കൊലപാതകങ്ങളും അതേപോലെ തന്നെ വർഗീയ ചേരിതിരിവുകളും സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഏറെ ഉണ്ടായ ഒരു പരിതസ്ഥിതിയിലാണ് ഒന്നാമത് കേരള യാത്ര നടക്കുന്നത്. മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ എന്ന പ്രമേയത്തിൽ രണ്ടാമതും സമാനമായ ഒരു സാഹചര്യം ഏറെ ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് മാനവികതയെ ഉണർത്തുന്നു എന്ന പ്രമേയത്തിൽ ഊന്നി രണ്ടാമത് കേരള യാത്ര നടക്കുന്നത്. ഇപ്പോഴും സ്ഥിതി മറിച്ചൊന്നുമല്ല. നമുക്കിടയിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ മാനവിക മൂല്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് എത്രമാത്രം ഖേദകരമാണ്. ലോകത്ത് എല്ലാ പ്രത്യയ ശാസ്ത്രങ്ങളും ഉത്ബോധിപ്പിക്കുന്നത് അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടാവേണ്ട ഏറ്റവും ഉന്നതമായ മൂല്യങ്ങളായി പഠിപ്പിക്കുന്നത് എല്ലാം മാനവികമായി നാം ഒന്നിക്കുക എന്നതാണ്. നമുക്ക് നമ്മുടെ മതത്തിൻ്റെ ആരാധന കർമ്മങ്ങളും ആചാര അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് ജീവിക്കാം. ഇവിടെ എല്ലാം സാധ്യമാണ്. അതിനുള്ള അവകാശങ്ങളും അതിനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. എങ്കിൽ പോലും മറ്റൊരു മതത്തിൽപ്പെട്ട ആളെ ആക്രമിക്കുവാനോ ഹനിക്കുവാനോ അവരുടെ ആരാധനാ കർമ്മങ്ങൾക്ക് വിഘാതമാകുന്ന തരത്തിലുള്ള ഇടപെടലുകളോ വാക്കുകളോ പ്രവർത്തനങ്ങളോ കുറിപ്പുകളോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും അതത് മതത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കളോട് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അവരുടെ മതവിശ്വാസത്തിൻ്റെ എല്ലാവിധ മൂല്യങ്ങളും അവരുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട, ഫോളോ ചെയ്യേണ്ട, അത് ജീവിതത്തിൽ പകർത്തേണ്ട ആളുകൾ തന്നെ അതിൽ കാറ്റിൽ പറത്തി മതത്തിൻ്റെ നിഷ്ഠകൾക്കും മതത്തിൻ്റെ സന്ദേശങ്ങൾക്കും അപ്പുറം അപരവിദ്വേഷത്തോടുകൂടെ ആളുകളെ സമീപിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ സ്പർദ്ധകളും കലഹങ്ങളും സംഘർഷങ്ങളും കൊലപാതകങ്ങളും ആൾക്കൂട്ട വിചാരണകളും കൊലപാതകങ്ങളും എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ആരാണ് യഥാർത്ഥ വിശ്വാസി എന്ന്. വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ പൂരണം എപ്പോഴാണ് സാധ്യമാവുക എന്ന ചോദ്യത്തിന് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്, നിൻ്റെ വാക്ക് പ്രവർത്തനം നിൻ്റെ വിചാരവികാരങ്ങൾ കൊണ്ട് ഒരാളെപ്പോലും വേദനിപ്പിക്കാതിരിക്കുമ്പോഴാണ് അവിടെ മതത്തിൻ്റെ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ വിവേചനം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ല. ഒരാളെപ്പോലും വേദനിപ്പിക്കാതിരിക്കുമ്പോഴാണ് എന്നതിൽ തന്നെ എത്രമാത്രം മനുഷ്യർക്കൊപ്പമാണ് ഈ ഇസ്ലാം നിലകൊള്ളുന്നത് എന്ന് ആ ഒരു അധ്യാപനത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. കേരള യാത്ര തുടരുകയാണ്. മനുഷ്യ മനസ്സുകൾക്കിടയിൽ വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും ഒരുവിധ ചേരിതിരിവുകളും ഇല്ലാത്ത നല്ല